ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാകില്ല. കയ്യിലുള്ളതിനേക്കാൾ നല്ലതോ മോശമായതോ ലഭിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്നതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഏറെ വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതിയവർ നിങ്ങളിൽ നിന്നും അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. എല്ലാത്തിനും ഉപരിയായി ഒരു കൊച്ചു ലക്ഷ്യമെങ്കിലും നമുക്കുണ്ടാവണം. ആ ലക്ഷ്യം വ്യക്തമായിരിക്കണം. ലക്ഷ്യബോധത്തോടു കൂടിയ നമ്മുടെ പ്രവൃത്തികൾ വിജയതീരം അണിയുവാൻ നമ്മളെ പ്രാപ്തരാക്കും. ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ എല്ലായ്പ്പോഴും ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ തുടക്കമാവുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും. അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളുമായി മുന്നോട്ടു പോവുക. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. പരിഗണന ഒരു സംസ്കാരമാണ്. അതാണ് ബന്ധങ്ങൾ ജനിപ്പിക്കുന്നത്. പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ബന്ധങ്ങൾ വളരും. നല്ല വാക്കും പുഞ്ചിരിയും ആകണം ഓരോ വ്യക്തിയുടെയും മുഖമുദ്ര. ബന്ധങ്ങൾ വളരാനുള്ള ആദ്യ പടിയാണിത്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങൾ നേരിട്ട വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ വിവേകം ഉള്ളവരാക്കുന്നു. നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങളെ കൂടുതൽ വിദഗ്ധരാക്കുന്നു. നിങ്ങൾ ആർജിക്കുന്ന അനുഭവജ്ഞാനം നിങ്ങളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ തേടരുത്. തനിച്ചാക്കപ്പെടുന്ന ഒരു ദിവസം അത് നിങ്ങളെ ഏകാകിയും ദുഃഖിതനുമാക്കും. ചിരി ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട്, വില കുറച്ച് കണ്ടവരോട്, പുച്ഛിച്ചവരോട്, പറ്റിച്ചവരോട്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട് വീണ്ടും ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരി ഒരു അനുഗ്രഹമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ചാ വിഷയം നിങ്ങളായിരിക്കും. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല. ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷെ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും. നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവിടാറില്ല. പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാകും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല.
അവഗണിക്കുന്നവരെ പിന്തുടരാതിരിക്കുക. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ അവഗണിക്കില്ലായിരുന്നു.